ഉത്തർപ്രദേശിലെ സംബലിൽ നിന്ന് രാജ്യത്തെ മറ്റൊരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത തരത്തിലുള്ള ധീരമായ നടപടികളാണ് യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഖഫിൻ്റെ ഭൂമി അളക്കുന്നു, അവർ കയ്യേറിയ കെട്ടിടങ്ങൾ പൊളിച്ചു കളയുന്നു. ഇപ്പോൾ സംബലിൽ 78 ഒരു കൂട്ടക്കൊല നടന്നു. 180ഓളം ഹിന്ദുക്കളെ കൊന്നു. അവരെല്ലാം അവിടുന്ന് ഓടിപ്പോയപ്പോൾ ഇവരുടെ ഭൂമി മുഴുവൻ മുസ്ലിമുകൾ കയ്യേറി വീട്, മോസ്ക്, കടകളൊക്കെ ഉണ്ടാക്കി. അത്തരത്തിൽ കൊല്ലപ്പെട്ട ഒരാളുടെ പേരാണ് ബൽറാം മാലി. ഏതാണ്ട് 2.5 ഏക്കർ സ്ഥലം, 2.2 അത്രയും സ്ഥലം അയാളുടേത്. അയാൾ ഓടിപ്പോയപ്പോൾ ആ മുസ്ലിമുകൾ ഏറ്റെടുത്തിട്ട് അവിടെ ഒരു ജന്നത്ത് നിഷ എന്ന് പറയുന്നൊരു സ്കൂളാണ് ഇപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഒരു ഡോക്ടറാണ്, ഒരു ഡോക്ടർ അവിടെ സ്കൂൾ പണിത് ബാക്കിയുള്ളത് കെട്ടിടമൊക്കെ ആയിട്ടിരിക്കുക. അങ്ങനെ ഓടിപ്പോയ ഹിന്ദുക്കളുടെ മുഴുവൻ ഭൂമിയും പിടിച്ചെടുത്തു. കലാപം നടത്തിയ കൂട്ടക്കൊല നടത്തിയ മുസ്ലിമുകൾ പിടിച്ചെടുത്ത് അവർ സ്വന്തമാക്കി അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം 47 വർഷം കഴിഞ്ഞു. 47 വർഷത്തിന് ശേഷം പലതവണ ഈ നമ്മുടെ ബൽറാം മാലിയുടെ മക്കൾ അവിടെ ഒന്ന് തിരിച്ചു വന്ന് സ്വന്തം പിതാവിൻ്റെ ഭൂമി ഒന്ന് കാണാൻ ശ്രമിച്ചപ്പോൾ പോലും ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു. ഇപ്പോൾ UP-യിൽ യോഗി ആദിത്യനാഥിന് പരാതി കൊടുത്തപ്പോൾ സർക്കാർ ഇടപെട്ടു. അതിൽ പിടിച്ചെടുത്ത 15,000 സ്ക്വയർ ഫീറ്റ് ഭൂമി, അതിലെ 10,000 സ്ക്വയർ ഫീറ്റ് ഭൂമി 47 വർഷത്തിന് ശേഷം പിടിച്ചെടുത്ത് തിരിച്ച് അതിലെ ഉടമകൾക്ക് കൊടുത്തു. അത് കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട്. കൂട്ടക്കൊല നടത്തി ഹിന്ദുക്കളെ ഓടിച്ചതിന് ശേഷം അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. 921 വാരിയംകുന്നൻ്റെ കാലത്ത് അത് തിരിച്ചു കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ വാരിയൻകുന്നൻ്റെ ഭാര്യയുടെ കയ്യിൽ തന്നെ 15,000 ഏക്കർ ഉണ്ടായിരുന്നു. അതൊക്കെ പലരുടെ കയ്യിലായിരിക്കും ഇപ്പോൾ. ഏതായാലും ഇത് സമാനമായ സംഭവമാണ് UP-യിൽ 78 നടന്നത്. ആ ഭൂമി അങ്ങനെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത് പേടിപ്പിച്ചോടിച്ച് വിട്ട് സ്വന്തമാക്കിയ ഭൂമി തിരിച്ച് അവകാശികൾക്ക് കൊടുക്കുന്ന നടപടി യോഗി ആരംഭിച്ചിരിക്കുന്നു. അതെ, അത് 47 വർഷം കഴിഞ്ഞിട്ട് ഹിന്ദുക്കൾക്ക് അവിടെ നീതി കിട്ടി തുടങ്ങുന്നു എന്നുള്ളതാണ്. നമ്മളീ പറഞ്ഞ 1921 സംഭവങ്ങളിലൊന്നും ഹിന്ദുക്കൾക്ക് നീതി കിട്ടിയില്ല. ബ്രിട്ടീഷ് പ്രത്യേക കോടതികൾ ഉണ്ടായിരുന്നു. ഈ ഹിന്ദുക്കളെയൊക്കെ കൊന്ന ചില പ്രതികളെയൊക്കെ വധശിക്ഷയ്ക്കും ഭൂമി തിരിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നും അവിടെ നടന്നില്ല. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ വാര്യംകുന്നൻ്റെ ഭാര്യ മാളു എന്നൊക്കെ പറയുന്ന അവരുടെ കയ്യിൽ കുറെ ഭൂമി കുറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് പിന്നീട് വാര്യംകുന്നൻ്റെ സഹോദരൻ്റെ കൂടെ അവർ ഒളിച്ചോടി കേട്ടോ. അത് ശരി. വാര്യംകുന്നൻ വലിയ കഴിവുള്ള ആണല്ലോ. അതുകൊണ്ട് അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയെപ്പറ്റി എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഏക്കർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അത് ഹിന്ദുക്കളിട്ട് പലായനം ചെയ്ത വസ്തുക്കളൊക്കെ ആയിരിക്കുമല്ലോ അവരുടെ കയ്യിലുണ്ടായിരുന്നതെന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. അത് വായിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് തോന്നാറ്. അവർ പിന്നെ കുറച്ച് പള്ളിക്ക് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പള്ളിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രേഖയൊന്നും വേണ്ടല്ലോ. അതാണ് ഇവിടെയും ഈ സ്കൂൾ ഉണ്ടാക്കാനൊക്കെ നോക്കിയത് ഇവിടെ. അപ്പോൾ ഹിന്ദുക്കളുടെ ഈ പറഞ്ഞ പോലെ കുറച്ച് ആവർത്തനം ഞാൻ പറയുന്നതിലുണ്ടാവും റിപ്പോർട്ടുകളിലുള്ളത്. ഹിന്ദു ഭൂമി മുഴുവൻ മുസ്ലിങ്ങൾ പിടിച്ചടക്കുകയാണ് ചെയ്തത്. 250 മുസ്ലിം കുടുംബങ്ങൾ പലായനം ചെയ്തതായിട്ടാണ്. ഹിന്ദു കുടുംബങ്ങൾ പലായനം ചെയ്തു. ഹിന്ദു കുടുംബങ്ങൾ പലായനം ചെയ്തു. ആ കുടുംബത്തിൽ ഒരാൾ തുളസി റാം എന്ന് പറഞ്ഞ ദലിത് കുടുംബമാണത്. തുളസി റാമിനെ കൊന്നിരുന്നു. മൊഹല്ല ജഗത്തിലെ സ്ഥലം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ചന്ദൌസിയിലേക്ക് പലായനം ചെയ്യുകയാണ് ചെയ്തത്. അവരുടെയൊക്കെ സ്ഥലത്താണ് ഈ സ്കൂള് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാഗികമായി എന്ന് പറയാം ആ സ്ഥലത്ത്. തുളസി റാമിൻ്റെ ഒരു കുടുംബാംഗം അമരീഷ് കുമാർ ഇപ്പോൾ പറഞ്ഞു മുത്തച്ഛനെ അവർ കൊന്നിരുന്നു. പലായനമല്ലാതെ വഴിയില്ലായിരുന്നു. തിരിച്ചു വരാൻ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളെ ഓടിച്ചു. നിങ്ങൾക്കൊന്നും ഇവിടെ ഭൂമിയൊന്നും ഇല്ല, നിങ്ങൾക്കിവിടെ ഇനി സ്ഥലമില്ല എന്ന് പറഞ്ഞു ഓടിച്ചു. വർഷങ്ങളായിട്ട് അധികൃതരോട് ഈ പരാതികൾ പറയുന്നുണ്ടായിരുന്നു. ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. വേറൊരു ഹിന്ദു ആശാദേവി അവരും പറയുന്നുണ്ട് ഈ 2.25 ബിഘ
ലാൻഡ് എന്ന് പറയുന്നത്. 1 ബിഘ എന്ന് പറഞ്ഞാൽ 0.62 ഏക്കേഴ്സാണ്. എന്ന് പറഞ്ഞാൽ 1.5 ഏക്കർ 2 ഏക്കർ വരും ഈ ബിഘ എന്ന് പറയുമ്പോൾ. ആ നഗരത്തിലെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് പിന്നിലാണ് ഈ സ്ഥലം. കോടികൾ വില വരുന്ന സ്ഥലമാണ്. അതിൻ്റെ അകത്താണ് ഈ മുസ്ലിങ്ങൾ സ്കൂള് പണിതത്. അപ്പോൾ മറ്റേ ഡിവിഷണൽ മജിസ്ട്രേറ്റ് വന്ദന മിശ്ര സർവേ ഒക്കെ നടത്തി. മറ്റേ യോഗി പറഞ്ഞിട്ടാണ് ഈ പെട്ടെന്ന് ചെയ്യുന്നത്. ഈ ക്ഷേത്രങ്ങൾ കണ്ടുപിടിക്കുന്നതൊക്കെ തന്നെയാണ്. BJP MLC ശ്രീചന്ദ് ശർമ്മ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ 15,000 ചതുശ്ര അടിയിൽ 10,000 ഇല്ലീഗലി ഒക്യുപ്പൈഡ്. അവിടെ ആ ഭൂമി ഡോക്ടർ മുഹമ്മദ് ഷാബസ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ്. അയാളാണ് ഡോക്ടർ ഷിവാസ് എന്നാണ് ഞാൻ കണ്ടത്. മുഹമ്മദ് ഷിവാസ്. ഏതായാലും അയാൾ അവിടെ ജന്നത്ത് നിഷ എന്ന പേരിലൊരു സ്കൂളിന്റെ പേര് കേൾക്കുമ്പോൾ അറിയാം എന്ത് സ്കൂളാണെന്നുള്ളത്. അതെ. അത് ഈ ഹിന്ദുക്കളുടെ പിടിച്ചെടുത്ത അനധികൃത ഭൂമിയിൽ സ്കൂൾ ഉണ്ടാക്കിയാൽ പിന്നെ ചോദ്യം ഉണ്ടാവില്ല. നാട്ടുകാർക്ക് വേണ്ടിയാണല്ലോ എന്ന് വിചാരിച്ചു. അത് പേര് കേട്ടിട്ടത് മുസ്ലിം മതപാഠശാല പോലെയുണ്ട്. അതൊക്കെ തന്നെ അങ്ങനെ തന്നെയാണത്. അപ്പോൾ സ്കൂൾ മാനേജറുടെ അടുത്ത് ഈ വന്ദന മിശ്ര പോയി. അപ്പോൾ അവർ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആധാരം കാണിക്കാൻ പറ്റിയില്ല. ഇത് ഡീഡ് കാണിക്കുക എന്ന് പറഞ്ഞു. ഈ സ്ഥലം മേടിച്ചതിൻ്റെ ഡീഡില്ല. അപ്പോൾ പിന്നെ തിരിച്ചു കൊടുക്കുക. ഇവരുടെ ക്ലെയിമാണല്ലോ ശരി. അപ്പോൾ 5,000 ഇവരുടെ കയ്യിൽ രേഖകളുണ്ട്. 5,000 ചതുശ്ര അടി ബാക്കി ഇപ്പോൾ കിടപ്പുണ്ട്. അതിനും ഉടമസ്ഥൻ വരും എന്നാണ് വിചാരിക്കുന്നത്. അതൊരു ഹിന്ദുവിൻ്റെ തന്നെ ആകാനുള്ള സാധ്യതയാണല്ലോ. കാരണം അതിനും വേറെ ഡീഡൊന്നും സ്കൂളിനോ ഈ ഡോക്ടർ ശിവാസിനോ ഒന്നും കാണിക്കാനില്ല. അപ്പോൾ പിന്നെ അവിടുത്തെ കേസുകളുമൊക്കെ ശരിയായി വരുന്നുണ്ട്. 189 പേരെ കിട്ടാനുണ്ട്. 60 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമ്പൽ കേസിലൊക്കെ ചാർജ് ഷീറ്റ്, കുറ്റപത്രം, അതൊക്കെ കൂട്ടക്കൊലയെക്കുറിച്ച് പുതിയ അന്വേഷണം നടക്കുന്നുണ്ട്. അതെ, അതും നടക്കുന്നുണ്ട്. ആ കൂട്ടക്കൊലയെ പറ്റി നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ലൈവ് പരിപാടിയിൽ 3 പേരിരിക്കുന്നത്. അതിൽ പാകിസ്ഥാനിലെ ഒരു മൊല്ലാക്ക, എൻജിനീയർ മുഹമ്മദ് അലി, അയാൾ പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് ഈ സമ്പലിലെ ഒരു ലോക്കൽ മുസ്ലിം മുഹമ്മദ് അഖിൽ എന്ന് പറയുന്നൊരു മുസ്ലിം ഈ പാക് മൊല്ലാക്ക എൻജിനീയർ മുഹമ്മദ് അലി മിർസയുമായിട്ട് സംസാരിക്കുന്നൊരു യൂട്യൂബ് വീഡിയോ വേറൊരുത്തിന് ഇരിപ്പുണ്ട്, അവതാരകനെ പോലെ. അതിൽ പറയുന്നുണ്ട് മുസ്ലിങ്ങളാണ് ആക്രമിച്ചത്. ഈ അഖിൽ എന്ന് പറഞ്ഞ സമ്പലുകാരൻ പറയുന്നുണ്ട് മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളെ ആക്രമിച്ചത്, പോലീസിനെ ആക്രമിച്ചത്. ഈ സർവേക്ക് വന്നപ്പോൾ സംരക്ഷണം കൊടുക്കുന്ന പോലീസുകാരെ ഞങ്ങളാണ് കല്ലെറിഞ്ഞത്. 300 വർഷമായിട്ട് അവിടെ മോസ്ക് ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ അടിയിൽ ഇവർ ശിവലിംഗമൊക്കെ തപ്പി വന്നതാണ്. പക്ഷെ ഇയാൾ ഈ മൊല്ലാക്കയോട് സംസാരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് പറയാനല്ല. ഈ സംഭവത്തിൽ ശുഹദാക്കളായ മരിച്ചുപോയ മുസ്ലിങ്ങൾ, കൊല്ലപ്പെട്ട മുസ്ലിങ്ങൾ, വെടിവെപ്പിൽ ആ കൊല്ലപ്പെട്ട 5 മുസ്ലിങ്ങൾ അവർ ശുഹദാക്കളാകുമോ? നമ്മുടെ നിയമത്തിലൊക്കെ പറയുന്ന പോലെ രക്തസാക്ഷികളായി സ്വർഗത്തിലൊക്കെ പോയി ഹൂറിമാരുടെയൊക്കെ കൂടെ ജീവിക്കുമോ? അതാണ് അറിയേണ്ടത്. അതാണ് അദ്ദേഹത്തിനൊരു മതപരമായ സംശയം അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ മൊല്ലക്ക സംസാരിക്കുന്ന വീഡിയോയിലാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് അവർ ശുഹദാക്കളാവും, ഇസ്ലാമിന് വേണ്ടി പോരാടിയവരാണല്ലോ അവർ. പക്ഷെ നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത് എന്ന് പാകിസ്ഥാനിൽ നിന്ന് ഈ മൊല്ലാക്ക ഉപദേശിക്കുന്നു. ഇവർ തമ്മിൽ വെടിവെച്ചതാണ്. പത്താൻകാരും പാകിസ്ഥാൻ നൂലികളും തുർക്കിക്കാരും തമ്മിൽ വെടിവെച്ചതാണ്. വിദേശ മുസ്ലിങ്ങളും ഇന്ത്യൻ മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘടനമാണെന്ന് നിയമസഭയിൽ പറഞ്ഞിരുന്നല്ലോ മറ്റേ യോഗി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ MP-യും അവിടുത്തെ MLA-യും 2 തരം മുസ്ലിങ്ങളാണ്. ഷിയ സുന്നി അടിയാണ്. അതാണ് യോഗി പറഞ്ഞിരുന്നത്. ഒരാൾ പഷ്തൂണും ഒരാൾ തുർക്കിയും. അതാണ് പ്രശ്നം. അവർ തമ്മിലുള്ള പ്രശ്നമാണ്. മുമ്പും എങ്ങനെയായിരുന്നു, 1978-ലും ഒക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ അന്നത്തെ സർക്കാരുകൾ, കോൺഗ്രസ്, പിന്നെ വന്ന BSP, SP ഇവരൊന്നും ചെയ്തിരുന്നില്ല ഈ വക കാര്യങ്ങൾ. ഇതിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം വോട്ട് ബാങ്കാണ്. മുമ്പത്തെ MP-യുടെ മകനാണ് ഇപ്പോഴത്തെ മകൻ സിയാവുർ റഹ്മാൻ, ഡോക്ടർ സിയാവുർ, എല്ലാം ഡോക്ടർമാരായി ചെയ്യുന്നവർ, ഡോക്ടർ സിയാവുർ റഹ്മാൻ. അപ്പോൾ 700-800 മുസ്ലിങ്ങൾ ആക്രമണം അവിടെ നടത്തി സമ്പലിൽ, ഈ സർവേക്ക് വന്ന ടീമിനെയും പോലീസുകാരെയൊക്കെ. അങ്ങനെയാണ് FIR-ൽ പറയുന്നത്. രാവിലെ 8:45
100 മീറ്റർ ദൂരെ നിന്നാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. 60 പേര് അറസ്റ്റിലായി, 4 സ്ത്രീകളുണ്ട് അതിൽ. 89 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു ഏജൻറ്റ് ഷാരിഖ് സത്ത എന്ന് പറഞ്ഞ ആളാണ്. അയാൾ വെസ്റ്റേൺ പടിഞ്ഞാറൻ മുസ്ലിമിലുള്ള ആളാണ്. അയാളാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാവൂദ് ഇബ്രാഹിം ആണ് ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ എന്ന് കണ്ടിട്ടുണ്ട്. 50 കേസുകളുണ്ട്. ഷഹീദ് അക്തർ ഉസ്മാൻ ഹുസൈൻ ഇങ്ങനെ ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഗാങ്ങിൽപ്പെട്ട 2 പേരെ കൂടി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ വിട്ടതായിട്ടാണ്. കാരണം ഇയാൾ UAE ദുബായ് കേന്ദ്രമായിട്ടൊക്കെ ഇവിടെ 50 കേസ് ഉണ്ടായിരുന്നു ഇയാളുടെ പേരിൽ, ദാവൂദിൻ്റെ ഈ എർത്തിൻ്റെ പേരിൽ. അയാൾ പിന്നെ സ്ഥലം വിട്ടതാണ്. ഇയാളെ പിടിച്ചുകൊണ്ട് വരണം. ഏതായാലും നിയമം അതിൻ്റെ ശരിയായ വഴിയിൽ പോകുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇവിടെ പലർക്കും UP എന്നൊക്കെ പറഞ്ഞാൽ നെറ്റി ചുളിയും. പക്ഷേ ഇത്ര തൻ്റെ ഇടത്തോടെ നിലവിലുള്ള നിയമങ്ങളെ ഉപയോഗിക്കാൻ കഴിയും. അതിന് വേണ്ടത് ഒരു പൊളിറ്റിക്കൽ ബില്ല് വേണം. അത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുണ്ട്. വോട്ട് ബാങ്ക് നോക്കിയിട്ടല്ല, അല്ല നീതി നോക്കിയിട്ടാണ്, നിയമം നോക്കിയിട്ടാണ്. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ നിസ്സംശയം പറയും, അത് യോഗി ആദിത്യനാഥാണ്. അതെ, അദ്ദേഹത്തിന് നിഷ്പക്ഷമായിരിക്കാം. കാരണം അളിയന്മാരൊന്നുമില്ലല്ലോ, ശുപാർശയൊന്നും എടുക്കാനുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.